നമ്മളിന്ന് ചെയ്യാൻ പോണത് നല്ല പട്ടുപോലത്തെ ചപ്പാത്തിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ചപ്പാത്തി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്നാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. കണ്ടില്ലേ, നല്ല ഇങ്ങനെ തളർന്നിരിക്കുന്ന, എത്ര തണുത്താലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ചപ്പാത്തിയാണ്. അതിനായിട്ട് നമ്മൾ 3 കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം ഇത് 1.5 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കണ്ട. ഇപ്പോൾ ഈ ചപ്പാത്തി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. ഇത് ഉണ്ടാക്കാൻ അറിയാത്തവരാണ് ഇത് മുഴുവൻ കാണേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോയിട്ട് കണ്ടാൽ മതി. ഇതൊക്കെ കുഴയ്ക്കണത് അറിയാൻ ചിലവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ, അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിച്ചത്. അപ്പോൾ നമ്മൾ ഒന്നായിട്ട് വെള്ളം ഒഴിക്കാണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ പതുക്കനെ കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചപ്പാത്തി കുഴയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതിപ്പോൾ നമുക്ക് അങ്ങനെ തന്നെയായിരുന്നു പണ്ട്. ചപ്പാത്തി കുഴയ്ക്കാന്ന് പറഞ്ഞാൽ എന്തോ ബാലികേറാമല പോലെയാണ് തോന്നിയിരുന്നത്. പിന്നെ നമ്മളിങ്ങനെ കണ്ട് ചെയ്ത് ഇപ്പോൾ നമ്മളതിൻ്റെ എക്സ്പേർട്ടായി, ചപ്പാത്തി കുഴയ്ക്കാനും ഉണ്ടാക്കാനും. അതുപോലെ ആദ്യമായിട്ട് കാണുമ്പോൾ ചെയ്യണവർക്ക് ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഈസിയാണ്. കണ്ടില്ലേ, ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചപ്പോൾ അങ്ങനെ നനഞ്ഞു വന്നു കേട്ടോ. ഒന്നായിട്ട് വെള്ളം ഒഴിക്കരുതേ, നന്നായിട്ട് കുറച്ച് അമർത്തിയിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തോളാം. ഇത് ഏകദേശം എല്ലാ മാവും നനഞ്ഞ് വെള്ളം കൂടി പോകരുത് കേട്ടോ. വെള്ളം കൂടിയാൽ നമുക്ക് പരത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് വെള്ളം കൂടാനും പാടില്ല, വെള്ളം കുറഞ്ഞാലോ ചപ്പാത്തി സോഫ്റ്റ് ആവില്ല, ഹാർഡായി പോവും. നമ്മുടെ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇത്ര ആയാൽ മതി. ഇതിനി നമ്മൾ ആദ്യമേ തന്നെ കുറേ ഇങ്ങനെ നേരം കുഴച്ചൊന്നും ഇരിക്കണ്ട. അതാണ് ഈ കുഴക്കണേൻ്റെ ഒരു ഇത് കേട്ടോ, ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ആദ്യമേ തന്നെ കുറേ നേരം കുഴക്കണം എന്നൊക്കെ പറയില്ലേ, അത് അങ്ങനെയൊന്നും ചെയ്യണ്ട. നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് കുഴച്ച് സെറ്റാക്കി എല്ലാം മാവും വെള്ളമൊക്കെ നനഞ്ഞു വന്നില്ലേ, അതുപോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത്ര ആക്കിയിട്ട് നമ്മളവിടെ വെക്കുക. ഇനി ഇതൊന്നും ചെയ്യണ്ട. ഇപ്പോൾ അങ്ങനെ അടച്ചു വയ്ക്കുക. നമ്മൾ ഈ സമയം കൊണ്ട് കറി ഉണ്ടാക്കാനൊക്കെ പോകണമെങ്കിൽ ആ സമയം കൊണ്ട് പോവാം. ഇതിപ്പോൾ ഞാനത് കഴിഞ്ഞ് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് എടുത്തത്. അപ്പോഴേക്കും കണ്ട പിന്നെ ഇത് നമ്മൾ കുഴച്ചപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നു. അല്ലാതെ നമ്മൾ ആദ്യമേ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ കുറേ നേരം ഒന്നും കുഴക്കണ്ട കേട്ടോ, സമയം വെറുതെ കളയാൻ വേണ്ടിയിട്ട്. നമ്മളപ്പോൾ ഏകദേശം കുറച്ചൊക്കെ നനച്ചെല്ലാം ഒന്ന് അവിടെ വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ വേറെ ജോലി ചെയ്യാൻ പോവാം നമുക്ക്. ഇപ്പം നമ്മുടെ ചപ്പാത്തിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. മാവ് ഇതുപോലെ തന്നെ കുഴച്ചെടുത്താൽ മതി, ഇത്ര കുഴച്ചാൽ മതി. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റൊക്കെ കുഴച്ചിട്ടുള്ളൂ, അല്ലാണ്ട് കുറേ 1/2 മണിക്കൂറൊന്നും ഇട്ട് കുഴച്ചിട്ടൊന്നുമില്ല കേട്ടോ. 5-10 മിനിറ്റ് ആദ്യം തന്നെ എല്ലാതും കുഴച്ചിങ്ങനെ കൂട്ടി അവിടെ വെച്ച് വന്നിട്ട് അടച്ചു വയ്ക്കുക. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് നമുക്കിത് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതൊക്കെ നമ്മൾ ബോൾസ് ആക്കി വയ്ക്കുക. പിന്നെ നമുക്ക് പരത്താൻ ഈസി അല്ലേ. അപ്പം നമ്മൾ വീട്ടിലിപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഓരോന്നോരോന്ന് ഉണ്ടാക്കലും ചുടലും ഒക്കെ ഒപ്പം തന്നെ കഴിയും. ഇപ്പോൾ അറിയാത്തവർക്കാണെങ്കിൽ, ആദ്യമായിട്ട് ചെയ്യണവർക്കാണെങ്കിൽ ഒക്കെ പരത്തി വെച്ച് കഴിഞ്ഞിട്ട് ചുട്ടാൽ മതി. കാരണം അവർക്ക് സ്പീഡൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാ ബോൾസും ഇങ്ങനെ പരത്തി വെക്കുക, അത് കഴിഞ്ഞ് നമ്മൾ ചുടാൻ നിൽക്കുക. അപ്പോൾ നമുക്ക് നല്ല എളുപ്പമായിട്ട് തോന്നും. നമ്മളൊക്കെ എല്ലാം നല്ല പരിചയമുള്ളവരാണെങ്കിൽ ചപ്പാത്തി പരത്തലും ചുടലും ഒക്കെ ഒരുമിച്ച് തന്നെ കഴിക്കും. അത്ര ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും. ആദ്യമായിട്ട് അപ്പോൾ എല്ലാതും കൂടെ പരത്തി വയ്ക്കുക. അപ്പോൾ ഇത് നമ്മൾ ലെയർ ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് പരത്തണേന്ന് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കിക്കോളൂ. ആദ്യം നമ്മളിത് പരത്തി വെച്ചു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത് നെയ്യാണ് കേട്ടോ. നെയ്യോ ബട്ടറോ ഒഴിക്കണതാണ് കുറച്ചും കൂടെ നല്ലത്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയോ വേറെ എന്താ ഓയിൽ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് അതിൻ്റെ ഉള്ളിൽ ചേർത്താൽ മതി. എന്നിട്ട് ഒന്ന് ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് കൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ ഒക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതേ ഇങ്ങനെ ഒന്ന് മടക്കുക. ആ മടക്കിലും കുറച്ച് നെയ്യ് തൂവി കൊടുക്കുക, അതും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് മടക്കുക, അതിലും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ നെയ്യോ ബട്ടറോ ഒക്കെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒഴിക്കണേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മുടെ പാത്രത്തിലൊന്നും അങ്ങനെ എണ്ണമയം ഒന്നും ഉണ്ടാവില്ല.
ഇതിപ്പോൾ ഇങ്ങനെ മടക്കിയില്ലേ. ഇനി ഇത് നമ്മളിത് കുറച്ച് പൊടി വെതറിയിട്ട് പരത്തിയെടുക്കാം. റൗണ്ട് ഷേപ്പ് വന്നില്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും പരത്തുമ്പോൾ റൗണ്ട് ഷേപ്പ് വരില്ല. കാരണം ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ ഇരിക്കണതല്ലേ. ആദ്യം നമ്മൾ റൗണ്ടിലാണ് പരത്തി വരിക. ഇനിയിപ്പോൾ ഷേപ്പ് പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ചപ്പാത്തി. ആദ്യമായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു കുറേ വലിയ വലുപ്പത്തിൽ പരത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. ചെറിയ ചെറിയ ചപ്പാത്തികൾ ഉണ്ടാക്കി പഠിച്ചിട്ട് പിന്നെ വലുതാക്കി ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ മറച്ചും തിരിച്ചും ഒക്കെ ഇടുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും അവർക്ക്. അപ്പോൾ ഒരു ചപ്പാത്തി പരത്തി കഴിഞ്ഞു കേട്ടോ. പിന്നെ അടുത്തത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യാം. ആദ്യം നമ്മൾ സാധാ ചപ്പാത്തിക്ക് പരത്തണ പോലെ റൗണ്ടിൽ പരത്തി വയ്ക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ നെയ്യാണ് ചേർത്തത്. എന്നിട്ട് എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ പൊടിയിട്ട് പരത്തണ്ട കേട്ടോ. ആവശ്യത്തിന് മാത്രം. ആവശ്യം ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്ന് തോന്നുമ്പോൾ മാത്രം കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഒന്നായിട്ട് ആദ്യം തന്നെ ഇട്ടിട്ട് പരത്തണ്ട. ഈ ചപ്പാത്തി നമുക്ക് ഇങ്ങനെ ഫില്ലിങ് വെച്ചിട്ട് കഴിക്കാനും എല്ലാത്തിനും നല്ല സ്വാദാണ്. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. തണുത്താലും നല്ല കനം കുറഞ്ഞ് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇനി ഒരെണ്ണം കൂടെ പരത്തി കാണിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയണവർ അല്ലെങ്കിൽ ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കി നോക്കണവരൊന്നും ഇതൊന്നും കാണണ്ട. ഇത് ആദ്യമായിട്ട് ചെയ്യണവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാണിച്ചത്. കാരണം അവർക്ക് ചിലപ്പോൾ ഒരു പ്രാവശ്യമൊന്നും കാണിച്ചാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ പരത്തുന്നത്. ആദ്യം നമ്മൾ വട്ടത്തിൽ പരത്തി വെച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ നെയ്യ് ഓയിലിട്ട് കൊടുത്തു. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങോട്ട് മടക്കി വീണ്ടും നമ്മൾ ഓയിൽ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തു. ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സാധാരണ ചപ്പാത്തി കഴിക്കാനായിട്ട് തോന്നുകയില്ല. ഇങ്ങനെ തന്നെ ഇത് കുറച്ച് മറ്റേ ചപ്പാത്തിയേക്കാളും കുറച്ച് പണിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ മടക്കി വീണ്ടും രണ്ടാമതൊന്നും കൂടെ പരത്തണ്ടേ. മറ്റേതാകുമ്പോൾ എളുപ്പപ്പണിയാണ്. പക്ഷെ അതിൻ്റെ മുകളിൽ നെയ്യ് പരട്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിപ്പോൾ ഇതിൻ്റെ മാവ് കുഴച്ചതിൽ നമ്മൾ ഒരു ഓയിലും ചേർത്തിട്ടില്ല. നമ്മൾ ആകെ ഇതിൻ്റെ ഉള്ളിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നെയ്യ് ഇങ്ങനെ നമ്മൾ നേരിട്ട് നെയ്യ് പാത്രത്തിൽ ചപ്പാത്തി പാത്രത്തിൽ ഉണ്ടാക്കുന്ന പാത്രത്തിലൊക്കെ പരട്ടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ആകെ കരിഞ്ഞ് പുക വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇങ്ങനെ പരത്തുമ്പോൾ നമ്മളിനി ആ ചപ്പാത്തി ഉണ്ടാക്കുന്ന തവയിലും ഓയിലൊന്നും പരട്ടണ്ട. അതുപോലെ തന്നെ ഈ ചപ്പാത്തിയുടെ മുകളിലും ഒന്നും പരട്ടണ്ട. കുഴയ്ക്കുമ്പോഴും അതിൽ ഓയിലൊന്നും ഒഴിക്കണ്ട. അങ്ങനെയാണ് ഇങ്ങനത്തെ ചപ്പാത്തിയുടെ ഒരു പ്രത്യേകത. ഇതിൻ്റെ ഓയിലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്, പുറത്തൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ 2-3-4 എണ്ണ അവിടെ പരത്തി വെച്ചിട്ടാണ് പിന്നെ ചൂടാൻ വന്നത് കേട്ടോ. അപ്പോൾ തീ ആദ്യം നല്ല ചൂടാക്കുക. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. മീഡിയം, അങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. ഈ ചപ്പാത്തിക്ക് അധികം ചൂടില്ലെങ്കിൽ ഇത് നന്നായിട്ട് പൊള്ളി വരും.
നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ചൂടുണ്ടെങ്കിലാണ് പൊള്ളച്ച് വരുള്ളൂ. പക്ഷേ ഇതങ്ങനെയില്ല. അപ്പോൾ ഇതുണ്ടാക്കണത് ശ്രദ്ധിക്കാന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മളൊരു വശം ഇട്ടില്ലേ, അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ആവി വരും. ആ സമയത്ത് നമ്മൾ മറിച്ചിടുക. കുറേ സമയം ഒരു സൈഡ് തന്നെ ഇടാൻ പാടില്ല, അപ്പോൾ അത് ഹാർഡായി കരിഞ്ഞു പോകും. പെട്ടെന്ന് ഇങ്ങനെ മറിച്ചിട്ട് തിരിച്ചിട്ടുകൊണ്ടിരിക്കണം കേട്ടോ. ഒരു സൈഡ് തന്നെ കുറേ സമയം വെക്കരുത്, അപ്പോൾ ചപ്പാത്തി അത്ര സോഫ്റ്റ് ആവില്ല. അത് നമുക്ക് ഉണ്ടാക്കുമ്പോൾ മനസ്സിലാവും. നന്നായിട്ട് ഇങ്ങനെ പൊന്തി വന്നില്ലേ, നല്ല നല്ല സ്വാദാണ്. ഇങ്ങനെ നല്ല എയറായിട്ട് ഇങ്ങനെ ഇരിക്കും. നമ്മുടെ പൊറോട്ടയൊക്കെ കഴിക്കുന്ന പോലെ നല്ല സ്വാദ് ഉണ്ടാവും ഈ ചപ്പാത്തി. റെഡി ആയിട്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിലൊന്ന് ഇട്ട് വയ്ക്കുക. കാസറോളിലാണെങ്കിൽ ഇപ്പം തന്നെ അടച്ചൊന്നും വെക്കണ്ട കേട്ടോ, കാരണം അതിൻ്റെ ആവി അതിൽ വീണ് പോകില്ലേ. അതിപ്പോൾ തുറന്ന് തന്നെ ഇരുന്നോട്ടെ. കുറച്ച് ചൂട് ആറിക്കഴിഞ്ഞിട്ട് അടച്ചു വെച്ചാൽ മതി. പിന്നെ അടുത്തത് വേണ്ട, ചെറുതായിട്ടൊരു പുക ഇങ്ങനെ വരും, ആവി. ആ ആവി വരുന്ന സമയത്ത് നമ്മൾ അപ്പം തന്നെ മറിച്ചിടണം. ചെറുതായിട്ട് ബബിൾ വരുന്നുണ്ടല്ലേ, അപ്പോൾ നമ്മൾ വീണ്ടും മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ പെട്ടെന്ന് മറിച്ചും തിരിച്ചു വിടണം. ഒരേ സൈഡ് കുറേ സമയം ഇങ്ങനെ വെക്കാൻ പാടില്ല, അപ്പോൾ ആ ഭാഗം കരിഞ്ഞു പോവും, പിന്നെ ഹാർഡാവും. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണെന്ന്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടെ. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അപ്പോൾ അറിയാം. ഇത് ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ, അതായത് ആട്ടയിൽ ഉണ്ടാക്കിയാൽ മതി. മൈദയിലൊന്നും ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കണ്ട. അതത്ര എന്തായാലും സോഫ്റ്റ് ആയിട്ട് ഇരുന്നാലും പോലും കുറച്ച് സമയം കഴിയുമ്പോൾ റബ്ബർ പോലെ ഇരിക്കും. നമ്മൾ ആട്ട കൊണ്ട് ഉണ്ടാക്കണത് തന്നെയാണ് നല്ലത്. അതായത് നമ്മൾ രണ്ടാമത്തെ ചപ്പാത്തി ഉണ്ടാക്കി, ഇനി മൂന്നാമത്തെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചോളാം. അപ്പോൾ കണ്ടില്ലേ ഇതിലേക്ക് ചെറുതായിട്ടൊരു ആവി വരുന്നത്. ആവി വരുമ്പോൾ കണ്ടില്ലേ, ആവി വരുന്ന സമയത്ത് നമ്മൾ അത് ഒന്ന് തിരിച്ചിടുക. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഒന്ന് ആവി ഇങ്ങനെ വരും, അപ്പോൾ നമ്മൾ തിരിച്ചിടുക. പിന്നെ മറ്റേ സൈഡ് ഇടുമ്പോഴേക്കും ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് വരും, അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അത് എല്ലായിടത്തും ഇങ്ങനെ പൊന്താൻ തുടങ്ങിയില്ലേ. നമ്മൾ പതുക്കനെയാണ് പ്രസ് ചെയ്ത് കൊടുക്കണത് കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ അതൊക്കെ പൊട്ടിപ്പോവും. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ചപ്പാത്തിയും റെഡി ആയിട്ടാ.
കുറേ ചപ്പാത്തി ഉണ്ടാക്കിയത് കാണിച്ചു കേട്ടോ. ഇനി കഴിഞ്ഞു, ഇനി കാണിക്കണില്ല. അപ്പം ശ്രദ്ധിച്ചൊക്കെ കാണാം. അപ്പോൾ കണ്ടില്ലേ നമ്മൾ നല്ല പട്ടുപോലെ, എന്താ പറയുക, നമ്മൾ റുമാല് പോലെ ഇല്ലേ ചപ്പാത്തി. ഇത് മുട്ടക്കറി കൂട്ടിയിട്ടാണ് കഴിക്കണേ. എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം കേട്ടോ ചപ്പാത്തി. വെറുതെ കഴിക്കാൻ നല്ല സ്വാദാണ്. വെറുതെ ചായ കൂട്ടിയിട്ട് ഈ ചപ്പാത്തി കഴിക്കാം. കണ്ടില്ലേ നല്ല ലെയറൊക്കെ ആയിട്ട് വന്നിരിക്കണത്, നല്ല സോഫ്റ്റ്. അത്രയ്ക്കും സോഫ്റ്റാണ് ഈ ചപ്പാത്തി. വെറുതെ കഴിക്കാൻ തന്നെ. നമ്മൾ കണ്ടില്ലേ ടവല് കൂട്ടിപ്പിടിക്കണ പോലെ, തുണി കൂട്ടിപ്പിടിക്കണ പോലെ നമുക്ക് ഇങ്ങനെ പിടിക്കാം. അപ്പോൾ ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര സമയമില്ലെങ്കിലും ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ തോന്നുള്ളൂ. അപ്പോൾ ചപ്പാത്തി മേക്കിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.